ഇവിടുന്ന് എലിഫന്റ് കണ്ടോ? ഇത് നോക്കിയേ പുലി. എന്താ ചിന്ന് തൊട്ടെ തൊട്ടടി രണ്ടുപേരില്ലേ? അപ്പൊ ആരോ വരയ്ക്കണ പല്ലിമല്ലേ തൊട്ട് വെക്ക് പുലിനെ തൊട്ട് വെക്ക്. ഇങ്ങോട്ട് തന്നേടി ദേവരങ്കിള തൊട്ട് വെക്കടി. നാഷണൽ കയറിക്ക വെയിലത്തുനിന്ന് കയറി ഇങ്ങോട്ട് എടുക്ക പെട്ടെന്ന് ഞാൻ എടുക്കുന്നുണ്ട്. ആ തന്നെ എടി ഇങ്ങോട്ട് കയറിക്ക് വെയിലത്തുനിന്ന്. ദേ വാലുമ തൊട്ടേക്ക് ദേ ടി വിയിലൊക്കെ വരുന്നു. ഇന്ന് മൊത്തം ഉരാ പൊന്നു ചിന്ന. ഏത് ചാനലേടാ? ന്യൂസ് മലയാള. ഇതെപ്പോഴും ലൈവ് ആണോ? നാളെ വരില്ലോ. എന്നാ ഇവിടെ പിടിച്ചു എന്നെ കൂടെ എടുത്തോ. അതെയാണ് അവിടെ വന്ന് നോക്ക്. ഇവിടെ തൊട്ടുന്നേക്കിരി ഇവിടെ തൊട്ടേക്ക് ഇങ്ങനെ തൊട്ടേക്ക് ഉഴിഞ്ഞു കൊടുത്തേ. ക്ഷീണിച്ച പുലിയാണല്ലോ. ഭക്ഷണം കഴിക്കാണ്ട് അതന്നെ ചേട്ടൻ്റെ വീട് ഇവിടെ വരുന്നേ? ചെമ്പുകാവ്. ആ രണ്ടുപേരല്ലേ? ചെറിയ ചൂടുണ്ടല്ലേ? ആ കെട്ടിപ്പിടിച്ചോ? ഇനി എന്തോരം പുലി. ഇനി വൈകുന്നേരം ആകുമ്പോ എന്തോരം പുലിനെ കാണണം. 300-400 പുലിനെ കാണണം ഇനി വൈകുന്നേരം ആകുമ്പോ. പിടിക്കടി. വാ പെൺപുലി ഉണ്ട് അതില്. ആണോ? വാ അതിൻ്റെ ഉള്ളിൽ കയറാം. പാടി. ആ നടന്ന് കണ്ടോളാൻ. ആ നോക്കിയാ ഈ പുലീനെ നോക്കിയത്. വെള്ളം കുടിക്കുന്നുണ്ടോ അഞ്ച് ദാഹിച്ചിട്ട്? ഇതെപ്പോ തുടങ്ങി ചേട്ടാ? രാവിലെ 7:30. ഇനി ഇത് ഉണങ്ങിയിട്ടാണ് അടുത്ത ഇതല്ലേ? ആ ഹാ ഹാ.
അടുത്ത സ്ഥലം പോവാം. ആ ചേട്ടൻ്റെ അടുത്ത് നോക്കിയൊക്കെ ടി വി കഥ ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ ചേട്ടൻ ഈ അങ്കിള് നോക്കിയ പുലി കണ്ടടി. ചേട്ടൻ എപ്പോഴാ തുടങ്ങി പണി? രാവിലെ 7:30. എവിടെ വീടൊക്കെ? നിലമ്പൂരാ? അരിമ്പൂരാ? മലയാളിയല്ലേ? ഭാര്യ മലയാളി, നിങ്ങൾ തമിഴ്. എത്ര വർഷമായിട്ടുണ്ട്? ആദ്യമായിട്ടാണോ? 10 കൊല്ലമായിട്ടുണ്ട്. അരിമ്പൂര് വീട് അല്ലേ? തൊട്ട് കപ്പൽപ്പള്ളി. ആ വെള്ളപ്പുലി ഉണ്ടോ? ഈ വെള്ളപ്പുലി പിന്നെ പുള്ളിപ്പുലി. ഈ വർഷം കുറവാണോ? പെൺപുലി ഉണ്ട് ചേട്ടാ? ഇതിലില്ല. ഏതിലുള്ള? സീതാറാമിലുണ്ടോ? ഇത് നിങ്ങളുടെ വെറൈറ്റി. ഇപ്രാവശ്യം പ്രൈസ് ഉണ്ടോ? ഉണ്ട്. അല്ല മറ്റേ ക്യാൻസൽ ചെയ്തിട്ടില്ല? ഉണ്ടല്ലേ. 3 ടീം. അപ്പം വേണ്ടാന്ന് വെച്ചത് അതുകൊണ്ടാണ് അല്ലേ? അയ്യന്തോളില്ല. ഇത് വിയൂര് വേറെ ഉണ്ട്. അമ്പലത്തിന്റെ അവിടെ. ആ പിന്നെ നിങ്ങൾ എത്ര മണിക്കാണ് സമയം? എൻട്രി എത്ര മണിക്കാ? ആ 3 മണിക്ക് ഇറങ്ങും. റൗണ്ടിൽ എത്തുന്നത് എത്ര മണിയാ? 4:30-5 മണിക്ക് തുടങ്ങും. നിങ്ങളുടെ ചേട്ടാ എത്ര വർഷമായിട്ടുണ്ട്? 10 വർഷത്തിന് മേലെയുണ്ട്. എവിടെ വീട് ചേട്ടൻ? അരിമ്പൂര്. ആ ചേട്ടൻ അരിമ്പൂരാണോ അല്ലേ? കപ്പലവെളിയിൽ എവിടെയാണ്? അണ്ണൻ തമിഴ്നാട്. ആ ഭാര്യ മലയാളിയാന്ന് പറഞ്ഞു. ആണല്ലേ? ആ നിങ്ങൾ ഒന്നിച്ചാണ് വന്നത്? ആ അവിടെ പരിപാടി ഉണ്ടോ? ആ പുതിയ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അതിന് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? ആ ആണല്ലേ? ചേട്ടാ എപ്പോൾ ഇട്ട് തുടങ്ങി? ഞാനൊരു 8 മണിക്ക്. 8 മണിക്ക് തുടങ്ങി. ഇന്നലെ ഇവിടെ വന്നുണ്ടോ? ഇന്ന് രാവിലെയാണ് വന്നത്. വീട് എവിടെയാ? നടത്തറ. എത്ര വർഷമായിട്ടുണ്ട്? 17 കൊല്ലമായിട്ടുണ്ട്. അവിടെ വയറ് നോക്കി. ആ ചേട്ടനെ നോക്ക്. അത്
പാലക്കാരനാണ്. ഇടുവാ സൈഡിൽ കൂടെ തൊടല്ലേ. ಮಾಡಿದೆ ഇത് കണ്ടോടി പൊന്നോ ചിന്നു. വാ ഇടുവാ ആ പച്ച വീഡിയോ dia എന്തുണ്ട് പോവാ ഏത് കാര്യത്തിലും മുൻപന്തിയിലെ പുലിക്കളിയിലെ നല്ല ആവേശം പകരുന്ന പുലിക്കളി ടീമാണ്. ആദ്യം ഇവിടെ വന്നു, മറ്റുള്ള സ്ഥലത്ത് ന്യൂസ് ഓണം ഞാൻ കാണാറുണ്ട്. കുട്ടിക്കാലം മുതൽ ദൂരം പോലെ നമ്മുടെ മനസ്സിലാണ് ആലോചിക്കുന്നതാണ് ആ പുലിക്കളിയുടെ നൃത്തവും പുലിരൂപവും സംയോജിച്ച ആസ്വാദകരെ സംബന്ധിച്ച ഓണക്കാലം അടിപൊളിയാണ്. വാദ്യങ്ങളൊക്കെ പൂരത്തിൻ്റെ മേളം, പാണ്ഡ്യമേളം, രാജ്യത്രമേളം, പഞ്ചവാദ്യമേളം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ താളപദ്ധതിയാണ്. ഇത് പുലിക്കളിയുടെ താളം. പുലിക്ക് നൃത്തം ചെയ്യാനും അതുപോലെ ആസ്വാദകനെ പുലിയെ നൃത്തമാക്കാനും താളപദ്ധതിയാണ് പുലിക്കളിയിൽ ചിത്രപ്പെടുന്നത്. അത് കേൾക്കുമ്പോൾ ഏത് മനുഷ്യനും മനസ്സിൽ തുടിക്കും. താളമുള്ളവരെല്ലാം പുലിയുടെ താളം കേൾക്കും. എന്ന് പറയുമ്പോൾ പുലിയായിട്ട് നമ്മളെ കൂടെ
പോവാ വാങ്ങിടുവാ ബാലചന്ദ്രനല്ലേ ബാലചന്ദ്രൻ ചേട്ടനല്ല ഓരോ പുലികളും ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിന് ലക്ഷ്യം എന്തായാലും ഇവരൊരു 2:30 തന്നെ ഈ ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുലികളുടെ ഒരു ആറാട്ടായി മൊത്തം അപ്പൊ ഇതിന് ഈ പുലികൾ പോവാ എന്തേ പോവാ നമുക്ക് അത് പ്രശ്നമാവോ? അതൊന്നും പ്രശ്നമില്ലല്ലോ. മനസ്സുണ്ടായാ മതി, വയറ് തന്നെ വേണമെന്നില്ല. തന്നെയാണ് അത് ഈ ചായ അത് എന്നിലും തന്നെയാണ് ഇത് ജലത്തിൽ കളയാൻ പറ്റുന്നത്. മണ്ണെണ്ണ ഇടണമല്ലേ? ആദ്യം കുതിർത്തിട്ട് തുണിട്ട് തുടച്ചാൽ മതി. എത്ര സമയം എടുക്കും ഇത് കളയാനായിട്ട്? 1.5 മണിക്കൂർ എടുക്കും. വേർത്താലും പോകില്ല. ശരി, ഇല്ല. അതങ്ങനെ നിന്നേക്കും. നമുക്ക് ഇപ്പോൾ ഈ കുട്ടിക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു, അങ്ങനെ ഉണ്ടാവോ ഈ മണമൊക്കെ? ഉണ്ടാവാറില്ല. കഴിഞ്ഞൊന്നും ഇപ്രാവശ്യം ഉണ്ടായില്ല. ഇത്തവണ എന്താണെന്ന് അറിയില്ല. അവന് ഭക്ഷണത്തിലെന്തോ പറ്റില്ല. ഇവരെത്ര വർഷമായിട്ടുണ്ട്? 4 കൊല്ലം. 4 കൊല്ലമായിട്ടുണ്ടോ? നിന്റെ വീട് എവിടെയാ? അതും ചോദിച്ചാ വീട് എവിടെയാ? തീർച്ചയായിട്ടും ലക്ഷ്മി വീടായിരുന്നു. അയ്യന്തോളൂ അല്ലേ? അതും ചോദിക്കാം ലക്ഷ്മി ചേട്ടാ. എന്താ പൊന്നു കണ്ണടക്കണേ? ആ